കാത്തിരിക്കുകയാണ്. വെറും 15 വയസ്സുകാരനെ സമപ്രായക്കാർ തല്ലിക്കൊന്നു. കുട്ടിക്കളി തീക്കളിയാണെന്ന് പറഞ്ഞ് ഒടുവിൽ മരണക്കളിയായി. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ? ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. വളരെ മോശമായി പോയി. നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. എന്ത് വഴി ഉണ്ടാക്കാന്ന്? ഇയാൾ ഒറ്റ കാരണം. ഒരു വഴിയുണ്ട്. ഇനി മാർക്കോ പോലുള്ള വയലൻസ് സിനിമകൾ ചെയ്യില്ല എന്ന് വ്യക്തമാക്കുകയാണ് നിർമ്മാതാവ് ഷെരീഫ് മുഹമ്മദ്. നല്ല തീരുമാനം. വയലൻസിനെ പ്രോത്സാഹിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ ചെയ്ത സിനിമയല്ല മാർക്കോ. പ്രേക്ഷകർ സിനിമയെ സിനിമയായി കാണുമെന്ന് കരുതിയെന്നും ഷെരീഫ് പറയുന്നു. എന്റെ പൊന്നു മണ്ടന്മാരെ, മാർക്കോ എന്ന സിനിമ ചെയ്തപ്പോ നമ്മളിതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല നമ്മൾ സിനിമ ചെയ്തത്. എല്ലാം വിധിയുടെ വിളയാട്ടം. നമ്മളൊരു സിനിമയായിട്ട് കാണുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ആ സിനിമ ചെയ്തത്. പക്ഷെ ഇപ്പൊ നടക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ സമൂഹത്തിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും എന്റെ സിനിമകളിൽ ഞാൻ വയലൻസിനെ ഇനി കാണിക്കാനായിട്ട് ട്രൈ ചെയ്യില്ല. പിന്നെ ഇനിയിപ്പോ കാട്ടാളൻ എന്നുള്ള സിനിമയിലും നമ്മൾ 3 മാസം മുൻപേ ഈ സിനിമ ഡിസൈൻ ചെയ്തൊരു സിനിമയാണ്. അതില് ഈ പറഞ്ഞ പോലെ മാർക്കോ പോലത്തെ വയലൻസ് ഒന്നും ആ സിനിമയിൽ ഇല്ലെങ്കിൽ കൂടിയിട്ട് അത്യാവശ്യം കുറച്ച് വയലൻസ് ഉള്ള സിനിമയായിരുന്നു. Violence. I don't like it. But violence likes me. പക്ഷെ ഞാൻ ഈ വരുന്ന വാർത്തകളും ഇതൊക്കെ വന്നപ്പോൾ തന്നെ ഞാൻ ഡയറക്ടർക്കും സ്ക്രിപ്റ്റ് റൈറ്റർക്കും ഞാൻ ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞു. ഇനി നിങ്ങൾ വയലൻസ് കുറച്ചുകൊണ്ടുള്ള രീതിയിൽ എഴുതിയാൽ മതി എന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മാന്യനാണ്, ഒരു അന്തസ്സുണ്ട്. ഇനി എന്റെ സിനിമകളിൽ ഞാൻ വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും ഇപ്പൊ വന്ന മാർക്കോ സിനിമയുമായി വയലൻസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തതല്ല. പക്ഷെ വയലൻസ് അങ്ങനെ ഇൻസ്പയർ ആവുന്നുണ്ടെങ്കിൽ എന്റെ സിനിമയിൽ നിന്ന് ഞാനത് മാറ്റി തന്നെ തയ്യാറാണ്. ഈ വലിയവനാടാ വലിയവൻ.